പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി. എൻ്റെ പേര് ഡെൽന. ഞാൻ കണ്ണൂർ ജില്ലയിലെ കരുവഞ്ചാൽ ഇടവകയിൽ നിന്നാണ് വരുന്നത്. 2020 ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിലേക്ക് കടന്നു വരുന്നത്. അതിനു മുമ്പ് തന്നെ എനിക്ക് പരിശുദ്ധ മാതാവിനെ അറിയാമായിരുന്നു. മാതാവിൻ്റെ ഫോട്ടോ എൻ്റെ റൂമിലുള്ളൊരു ചേച്ചി കൊണ്ടുവരികയും ഞാൻ അതിൻ്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കൂടുതലായിട്ട് എനിക്ക് മാതാവിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ലായിരുന്നു. 2020 ഞാൻ ഒരു നേഴ്സായിട്ട് മുംബൈയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പുറത്തേക്ക് പോകാനുള്ള എല്ലാം ശരിയായി. മെഡിക്കൽ അൺഫിറ്റായി. അങ്ങനെ 2 തവണ മെഡിക്കൽ ചെയ്തപ്പോൾ 2 തവണ അൺഫിറ്റായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം യൂട്യൂബിൽ വെച്ച് യാദൃശ്ചികമായിട്ടാണ് കൃപാസനത്തെക്കുറിച്ച് കാണുന്നത്. അപ്പോൾ ഞാൻ മാതാവിൻ്റെ മുന്നിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു, അടുത്ത മെഡിക്കൽ വരുമ്പോൾ മെഡിക്കൽ ഫിറ്റ് ആകുമെന്നുണ്ടെങ്കിൽ മാതാവിൻ്റെ മുന്നേ വന്ന് ഞാൻ ഉടമ്പടി എടുത്തോളാം എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ 3ാമത് വീണ്ടും മെഡിക്കൽ ചെയ്തു. നാട്ടിൽ വന്ന് മെഡിക്കൽ ചെയ്തു. മെഡിക്കൽ ഫിറ്റായിരുന്നു. അങ്ങനെ ഞാൻ 2020 ഫെബ്രുവരി 25 ആദ്യമായിട്ട് കൃപാസനത്തിലേക്ക് കടന്നു വരുന്നത്. അന്ന് വന്ന് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുക്കുന്ന ദിവസം ഇവിടെ ആരാധനയുള്ള ദിവസമായിരുന്നു. ആരാധനയുടെ സമയത്ത് അച്ഛൻ വിളിച്ചു പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിന് തടസ്സമുണ്ടെങ്കിൽ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ ഡേറ്റും ഇട്ട് മാർച്ച് 3 എന്നുള്ള ഡേറ്റ് ഇട്ട് സമയം 10:30 വെച്ച് പ്രാർത്ഥിച്ചു. അത് എനിക്ക് കുവൈറ്റിലേക്ക് പോകാനുള്ള ടിക്കറ്റ് റെഡിയാകാൻ വേണ്ടിയായിരുന്നു പ്രാർത്ഥിച്ചത്. 25 ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്തു തിരിച്ചു പോയി. 27 ഞാൻ പ്രെയർ ചെല്ലാൻ തുടങ്ങി. അതിൻ്റെ വെരി നെക്സ്റ്റ് ഡേ എൻ്റെ ടിക്കറ്റ് ശരിയായി. പക്ഷേ ടിക്കറ്റ് മാർച്ച് 2-ാം തീയതി ആയിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു മാർച്ച് 3 ബാംഗ്ലൂരിൽ നിന്നായിരുന്നു എനിക്ക് ഫ്ലൈറ്റ്. അങ്ങനെ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഫ്ലൈറ്റിന് കയറുകയും ഫ്ലൈറ്റ് കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു. അങ്ങനെ 3 ഞാൻ മാതാവിൻ്റെ മുന്നിൽ എഴുതിയ ഡേറ്റിൻ്റെ അന്ന് ഞാനിവിടെ 10:30 സമയം എഴുതിയിട്ടത്. 9:30 ആയപ്പോൾ ഞാൻ കുവൈറ്റിൽ ലാൻഡ് ചെയ്യുകയും ചെയ്തു. അതായിരുന്നു എൻ്റെ 1ാമത്തെ സാക്ഷ്യം. 2ാമതായിട്ട് ഞാൻ നിയോഗം വച്ചിരുന്നത് എൻ്റെ അവിടെ ചെന്നിട്ടുള്ള മെഡിക്കലായിരുന്നു. ഇവിടുന്ന് മെഡിക്കൽ ഫിറ്റ് ആണെങ്കിലും അവിടെ ചെന്ന് വീണ്ടും നമ്മൾ മെഡിക്കൽ എടുക്കണമായിരുന്നു. അവിടെ ചെന്ന് വീണ്ടും മെഡിക്കൽ ചെയ്തു. എനിക്ക് ഓൾറെഡി ചെസ്റ്റ് ഇൻഫെക്ഷൻ റെഗുലറായിട്ട് ഇങ്ങനെ വരുന്നതും മെഡിസിൻ എടുക്കുന്നതുമായിരുന്നു. പരിശുദ്ധ അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചാണ് പോയത്. മാതാവിൻ്റെ തൈലം ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ചെന്നുള്ള മെഡിക്കലിൽ പരിശുദ്ധ അമ്മയുടെ കൃപ വഴിയായി മെഡിക്കൽ ഫിറ്റ് ആവുകയും അവിടുത്തെ എല്ലാ പ്രോസസ്സിങ്ങും നടക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് 3ാമതായി ഞാൻ മാതാവിൻ്റെ മുൻപിൽ വെച്ച് നിയോഗമായിരുന്നു എൻ്റെ ലൈസൻസിൻ്റെ എക്സാം. അവിടെ ചെന്ന് 3 തവണ നമുക്ക് എക്സാം എഴുതാൻ പറ്റുള്ളൂ. 3 തവണ എഴുതി കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമ്മളെ അവർ നാട്ടിലേക്ക് കയറ്റിവിടും. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ പ്രാർത്ഥിച്ചു. 8 അവർ കോൺട്രാക്റ്റിലായിരുന്നു ഞാൻ കുവൈറ്റിലേക്ക് പോയത്. പക്ഷേ അവിടെ ചെന്നപ്പം കൊറോണയുടെ ടൈം ആയിരുന്നതുകൊണ്ട് ഡ്യൂട്ടി അവേഴ്സ് കൂടുതലായിരുന്നു. പഠിക്കാനുള്ള സമയമൊന്നും കിട്ടത്തില്ലായിരുന്നു. കൂടുതലായിട്ട് ഞാൻ പഠിച്ചതിനേക്കാളും കൂടുതൽ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ മെറിറ്റിലല്ലാതെ പരിശുദ്ധ അമ്മയുടെ കൃപ വഴി ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ അവിടുത്തെ ലൈസൻസിൻ്റെ എക്സാം പാസ്സാകാൻ സാധിച്ചു. ഇതാണ് എൻ്റെ 3ാമത്തെ നിയോഗം. 6ാമതായി ഞാൻ വച്ചൊരു നിയോഗമായിരുന്നു ഞങ്ങൾക്കൊരു വീടെന്നുള്ളത്. പക്ഷേ 0 മെറിറ്റിൽ നിന്ന് ആ വീടെന്നുള്ളത് എഴുതിയപ്പോൾ എനിക്ക് തന്നെ ഉള്ളിലൊരു വിശ്വാസമില്ലായിരുന്നു അത് നടക്കുമോയെന്ന്. അത് വീടെന്നുള്ളത് എനിക്ക് ആഗ്രഹിക്കാനുള്ള യോഗ്യതയുണ്ടോ എന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അത് കാരണം ഞാൻ അതിനുവേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നില്ല. പക്ഷേ ഞങ്ങളുടെ വീടിൻ്റെ അതിരെ തന്നെ ഒരു വീടും കൂടെ ഉണ്ടായിരുന്നു. അവിടുത്തെ ചേട്ടനോട് ഓൾറെഡി ഞങ്ങൾ ചോദിച്ചതായിരുന്നു ആ സ്ഥലം വിൽക്കുന്നുണ്ടോ എന്ന്. ആ ചേട്ടൻ പറഞ്ഞിരുന്നു അത് വിൽക്കുന്നില്ല, ആ സ്ഥലവും വീടും വിൽക്കുന്നില്ല, വാടകയ്ക്ക് കൊടുക്കുവാന്നായിരുന്നു പറഞ്ഞത്. അങ്ങനെ ആ പറഞ്ഞ ചേട്ടൻ ഞാനിവിടെ ഉടമ്പടിയിൽ എഴുതി പോയതിൻ്റെ ശേഷം വീട്ടിൽ വരികയും വീട്ടിൽ വന്ന് പപ്പയോട് പറയുകയും ചെയ്തു, ഞങ്ങളത് വിൽക്കുന്നുണ്ട്, വിൽക്കാൻ താല്പര്യമുണ്ട്, നിങ്ങൾക്ക് തരാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം, ലോണിൻ്റെ പ്രോസസ്സിങ് നോക്കിക്കോ, ഞങ്ങൾ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ചേട്ടൻ പറഞ്ഞത് വെച്ച് ലോണിന് വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അന്നേരം എനിക്ക് വിശ്വാസമില്ലായിരുന്നു നടക്കുമോ ഇല്ലയോ എന്നുള്ളത്. അതാണ് എൻ്റെ വിശ്വാസമില്ലായ്മയെ പരിശുദ്ധ അമ്മ പരീക്ഷിച്ചു. 2 കൊല്ലത്തോളം ആ വീടിൻ്റെ ലോണിന് വേണ്ടി നടന്നു. ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. അമ്മ ലോണിന് വേണ്ടി പോകുമ്പോൾ ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു തടസ്സങ്ങൾ മാറാൻ വേണ്ടി. അങ്ങനെ മാതാവ് തന്നത് ആ വീടെന്നുള്ളതിന് ഉറപ്പായിട്ട് മാതാവിൻ്റെ മുന്നേ ഞാൻ 2020 ഫെബ്രുവരി 25 ഉടമ്പടി എടുത്തത്. 2022 ഫെബ്രുവരി 25 2 തവണ മാറിപ്പോയ ആധാരം ഞാനിവിടെ ഉടമ്പടി എടുത്ത ഡേറ്റിൽ തന്നെ നടക്കുകയുണ്ടായി. ഇതാണ് എനിക്ക് ആദ്യമായിട്ട് ഉടമ്പടി വഴി ലഭിച്ച 4 നിയോഗങ്ങൾ. പിന്നീട് എനിക്ക് ഇവിടുത്തെ ഡെയിലി ബ്ലെസ്സിങ് വഴി എനിക്ക് അച്ഛൻ്റെ പ്രാർത്ഥന വഴി എനിക്ക് അനുഗ്രഹം ലഭിച്ചു. ലാസ്റ്റ് ഓഗസ്റ്റിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നിടത്ത് മാറി കയറുകയുണ്ടായി. ആ സമയത്ത് തന്നെ ഞാൻ കറസ്പോണ്ടൻ്റായിട്ട് പോസ്റ്റ് BSc ചെയ്യുന്നുണ്ടായിരുന്നു. പോസ്റ്റ് BScയുടെ എക്സാമിൻ്റെ ഭാഗമായിട്ട് എൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റും ഞാൻ ഇവിടെ ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി സബ്മിറ്റ് ചെയ്തേക്കുകയായിരുന്നു.
സബ്മിറ്റ് ചെയ്ത് അവിടെ ലൈസൻസ് ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എല്ലാം നമ്മൾ സ്കാൻ ചെയ്ത് സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യുകയും അതിൻ്റെ അറബിക് ട്രാൻസ്ലേഷനും അതിനകത്ത് ഒരു സ്റ്റാമ്പും വേണമായിരുന്നു. പക്ഷേ എൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തത് കൊണ്ട് എനിക്കത് ചെയ്യാൻ സാധിക്കുകയില്ലായിരുന്നു. അപ്പോൾ HR എന്നോട് പറഞ്ഞു ഒരിക്കലും പോസിബിൾ ആകില്ല, എന്തായാലും ജസ്റ്റ് ഒന്ന് സബ്മിറ്റ് ചെയ്ത് നോക്കാമെന്ന് മാത്രം പറഞ്ഞു. അങ്ങനെ ഓഗസ്റ്റ് 14 മോർണിംഗ് ബ്ലെസ്സിങ്ങിൻ്റെ സമയത്ത് അച്ഛൻ പറഞ്ഞു, നീ ഇന്ന് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളുടെ മേൽ മാതാവ് 14 ദിവസത്തിനുള്ളിൽ ഒരു ഉത്തരം തരുമെന്ന് പറഞ്ഞു. ഞാനത് എന്നോട് പറയുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഞാനത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു. കറക്റ്റ് 14 ദിവസം ഓഗസ്റ്റ് 26 എൻ്റെ ലൈസൻസ് ട്രാൻസ്ഫറായി. ആക്ച്വലി അതിനകത്ത് വേണ്ടുന്ന ഒരു ക്വാളിഫിക്കേഷനും എനിക്കുണ്ടായിരുന്നില്ല. എങ്ങനെ ട്രാൻസ്ഫർ ആയെന്ന് എനിക്കറിയത്തില്ല. പരിശുദ്ധ അമ്മ ഇടപെട്ടാണ് അത് ട്രാൻസ്ഫർ ചെയ്ത് തന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നീട് എനിക്ക് രോഗസൗഖ്യത്തിനെ കുറിച്ചാണ് പറയാനുള്ളത്. ഞാൻ ഒരു ഓർമ്മ വെച്ച കാലം തൊട്ട് എനിക്ക് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നു. ഒരുമാതിരി എല്ലാ സംഭവം അലർജി ആയിരുന്നു. പൊടി, ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യുമ്പോഴെല്ലാം എനിക്ക് അലർജി ഉണ്ടാകാറുണ്ടായിരുന്നു. 2017 ഞാൻ ഇവിടുന്ന് ബോംബെക്ക് ജോലിക്ക് പോയി കഴിഞ്ഞപ്പോൾ അത് ഭയങ്കരമായിട്ട് കൂടുകയുണ്ടായി. അത് കഴിഞ്ഞ് അവിടെ വെച്ച് സ്റ്റീറോയിഡ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ റെഗുലറായിട്ട് പഫൊക്കെ എടുക്കാൻ തുടങ്ങി. പിന്നെ അതെനിക്ക് നിർത്താൻ പറ്റത്തില്ലാത്ത അവസ്ഥയിലായി. അവിടെയുള്ള ഡോക്ടേഴ്സ് ഒരുപാട് ചെക്കപ്പ് ചെയ്തു. എൻ്റെ റീസൺ എന്താണെന്ന് ചെക്ക് ചെയ്തു. ഡയഗ്നോസിസിന് വേണ്ടി നോക്കി. പക്ഷേ എന്താണെന്ന് പ്രോപ്പർ ഡയഗ്നോസിസ് അവർക്ക് കണ്ടുപിടിക്കാനായില്ല. കോയറി COPD എന്ന് പറഞ്ഞാണ് ലാസ്റ്റ് അവർ ട്രീറ്റ്മെൻറ്റ് തന്നുകൊണ്ടിരുന്നത്. ഇവിടെ വന്ന് ഉടമ്പടി ഞാൻ നിയോഗം വച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ പരിശുദ്ധ അമ്മ ഇവിടെ വന്ന പാടെ എൻ്റെ ആ രോഗം എടുത്തു മാറ്റി. അത് കഴിഞ്ഞ് 2020 ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അടുത്തതായിട്ട് എനിക്കുണ്ടായ ഒരു രോഗ സൗഖ്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് അവിടെ ചെന്നൊരു 2 കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പതുക്കെ കണ്ണിൻ്റെ കാഴ്ച കുറയുന്നുണ്ടായിരുന്നു. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു സ്ട്രെസ്സ് കാരണമായിരിക്കും, ഉറക്കം ശരിയാകാനിട്ടാന്ന് വിചാരിച്ചു. എനിക്കൊന്നും തന്നെ കാണാൻ പറ്റത്തില്ലായിരുന്നു, എല്ലാം ബ്ലേഡ് വിഷനായിരുന്നു. പക്ഷേ ഞാനതിന് ട്രീറ്റ്മെൻറ്റ് ഒന്നും എടുത്തില്ല. പിന്നെയും മുന്നോട്ട് പോയി. കുറച്ച് കഴിയുമ്പോഴത്തേക്കും എനിക്ക് ഒട്ടും കാണത്തില്ല. എൻ്റെ മുന്നിൽ നിൽക്കുന്നവരെ പോലും എനിക്ക് ബ്ലേഡായിട്ടായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെ അവിടെ വെച്ചൊരു ഒപ്താൽമോളജി കൺസൾട്ടേഷൻ ചെയ്തു. അപ്പോൾ എൻ്റെ കണ്ണിൻ്റെ കാഴ്ച പവർ ഒത്തിരി കുറയുന്നുണ്ടെന്നും സ്പെക്സ് വെക്കണമെന്നും പറഞ്ഞു. സ്പെക്സ് വെക്കാൻ എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. രാത്രിയിൽ പകൽ ഫുൾ ടൈം ഞാൻ വെക്കുമായിരുന്നു. ഈവൻ എൻ്റെ മുന്നിൽ നിൽക്കുന്നവരെ പോലും എനിക്ക് കാണാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ ഫുൾ ടൈം സ്പെക്സ് വെക്കും. നൈറ്റ് ഉറങ്ങുമ്പോൾ മാത്രമേ ഞാൻ അത് റിമൂവ് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ പകലെല്ലാം വെക്കുന്നതുകൊണ്ട് രാത്രി കിടക്കുമ്പോൾ ഉറക്കത്തിൽ നിന്ന് ഞാൻ ഞെട്ടി എണീക്കുമായിരുന്നു. എൻ്റെ മുഖത്ത് സ്പെക്സ് ഇരിക്കുന്ന പോലെ തോന്നുന്നതുകൊണ്ട് രാവിലെ എന്നും ഞാൻ പ്രേയറിൻ്റെ സമയത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ സ്പെക്സ് എനിക്ക് ലൈഫ് ലോങ് ആകുമെന്നാണ് ഡോക്ടർ എന്നോട് പറഞ്ഞിരുന്നത്. പക്ഷേ തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 3 ആഴ്ച വരെ ഞാൻ സ്പെക്സ് വെച്ചുള്ളൂ. അത് കഴിഞ്ഞ് എടുത്തു മാറ്റാൻ സാധിച്ചു. പരിശുദ്ധ അമ്മ എൻ്റെ സ്പെക്സ് എടുത്തു മാറ്റി. അതിനുശേഷം എനിക്കിതുവരെ കാഴ്ചയ്ക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നത്, ഞാനിവിടെ വരുമ്പോൾ പത്രം മേടിച്ചുകൊണ്ട് പോകും. ഇംഗ്ലീഷും മലയാളവും പത്രം മേടിച്ചാണ് ഞാൻ പോകാറ്. ഞങ്ങളുടെ ഇവിടെ കുവൈറ്റിൽ ഫിലിപ്പീൻസ് മാസം ഉണ്ട്, ഞങ്ങളുടെ മലയാളം മാസത്തിൻ്റെ മുന്നേ. അപ്പോൾ അവിടെ വരുന്നവർക്കെല്ലാം മാതാവിനെക്കുറിച്ച് പറഞ്ഞ് ഈ പത്രം കൊടുക്കാറുണ്ട്. പിന്നെ എല്ലാ ഞായറാഴ്ചകളിലും പള്ളിയിൽ പോകുമ്പോൾ ഇവിടുന്ന് ആരെങ്കിലും ഉടമ്പടി എടുത്ത് ഒരു പത്രം കൊണ്ട് അവിടെ കൊടുക്കുന്നവരെ കാണാം. അവരുടെ നിന്ന് എക്സ്ട്രാ എപ്പോഴും 5-6 പത്രം ഞാൻ മേടിച്ച് എൻ്റെ കൂടെയുള്ളവർക്ക് കൊണ്ടുപോയി മാതാവിനെക്കുറിച്ച് പറഞ്ഞ് കൊടുക്കാറുണ്ട്. പിന്നെ ഭക്ഷണം കൊടുക്കുക അങ്ങനത്തെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അവിടെ ആയതുകൊണ്ട്. അപ്പോൾ ഞാൻ ആരെങ്കിലുമൊക്കെ അറിയാവുന്നവർ പറഞ്ഞാൽ പൈസ കൊടുത്ത് സഹായിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ പ്രാർത്ഥനാ ജീവിതത്തിലുണ്ടായ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഞാൻ പ്രാർത്ഥിക്കാൻ ഭയങ്കര പുറകോട്ടായിരുന്നു. ഭയങ്കര തിരക്കൊക്കെയാണ്. ഞാൻ ജപമാല ഉപേക്ഷിക്കുമായിരുന്നു അന്ന്. പകരം മാതാവിൻ്റെ നിത്യസഹായ മാതാവിൻ്റെ നൊവേന ചൊല്ലിയിട്ടായിരുന്നു കടന്നുകൊണ്ടിരുന്നത്. പക്ഷേ എന്ന് ഞാൻ ഉടമ്പടിയിലോട്ട് വന്നോ അതിനുശേഷം ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങി, ജപമാല മുടങ്ങാതെ ചെല്ലാൻ തുടങ്ങി. ഞങ്ങൾക്ക് കുവൈറ്റിലെ കൃപാസനത്തിൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്. അതിനകത്ത് എല്ലാ വെള്ളിയാഴ്ചകളിലും അഖണ്ഡ ജപമാല നടക്കാറുണ്ട്. എന്നെക്കൊണ്ട് സാധിക്കുന്ന ദിവസങ്ങളിലെല്ലാം ഞാൻ പോകാറുണ്ട്. അവിടെ എല്ലാവർക്കും നേർച്ച വസ്തുവായിട്ട് മാതാവിൻ്റെ കാർഡും കൊന്തയാണ് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ കൊന്ത കെട്ടി കൊടുക്കാറുണ്ട്. ഇത്രയാണ് ഞാൻ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനം. ഇത്രയും അനുഗ്രഹങ്ങൾ നൽകിയ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. കർത്താവേ, ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കരുണാസമ്പന്നനായ അങ്ങേക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരമരുളണമേ. സങ്കീർത്തനം 69:13 ഞാൻ അങ്ങയോട് പ്രാർത്ഥിച്ചു. എൻ്റെ പ്രയാസകാലത്തും എല്ലാ നഷ്ടങ്ങളിലും കഷ്ടങ്ങളിലും എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ടെന്നുള്ള വിശ്വാസമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്. ദൈവത്തിൻ്റെ സമയം പരിപൂർണമായ സമയമാണ്. അവിടുത്തെ കരുണയും വാത്സല്യവും സ്നേഹവുമാണ് നമ്മുടെ പ്രത്യാശ.
നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സഹായം വൈകിയേക്കാം. അങ്ങനെ തോന്നുമ്പോഴൊക്കെ നിരാശപ്പെടാതെ ദൈവത്തോട് ചേർന്ന് പ്രാർത്ഥിക്കാം. ഈ മകളുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത് പല പ്രാവശ്യവും ഈശോയും അമ്മയും കൂടെ ചേർന്ന് നിന്ന് ഈ മകളുടെ കൈ പിടിച്ച് കരങ്ങൾ പിടിച്ച് മുന്നോട്ട് നീക്കുന്നതാണ് കാണുന്നത്. 2 പ്രാവശ്യം മെഡിക്കലിൽ അൺഫിറ്റായിരുന്നു. പിന്നീട് ഈശോയും അമ്മയും നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ഈ മകൾക്കതെല്ലാം സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഈ മകൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചപ്പോൾ പല കാര്യങ്ങളും മുന്നോട്ട് നീക്കുവാൻ സാധിച്ചു. കുവൈറ്റിലെ ലൈസൻസും വീട് വെക്കാനുള്ള ഒരാഗ്രഹവും അത് അമ്മയ്ക്ക് വെച്ച് അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തപ്പോഴാണ് ഭവനം എന്നൊരാഗ്രഹം മനസ്സിൽ വന്ന് പ്രാർത്ഥിച്ചു. സാധിക്കുമെന്ന് തോന്നിയിരുന്നില്ല. പക്ഷെങ്കിൽ നത്തിങ് ഈസ് ഇമ്പോസിബിൾ ഫോർ ഗോഡ്. അസാധ്യമാണെന്ന് കരുതുന്നതാണ് ഈശോ പലപ്പോഴും നമുക്ക് സാധ്യമായി കാണിച്ചു തരുന്നത്. ആ ഭവനമാണ് മകൾ അല്പം വിശ്വാസം കുറവായിരുന്നു, ലഭിക്കുമോ ഇല്ലയോ എന്ന്. എങ്കിലും ആ ഭവനവും വിശ്വാസം നഷ്ടപ്പെട്ട സമയത്തും മകളെ വിശ്വാസം കൂട്ടി കൊടുക്കുവാനായിരിക്കാം അമ്മ അതും നടത്തി കൊടുത്തു. ഈ മകളുടെ ഓരോ ജീവിതത്തിൻ്റെ ഘട്ടത്തിലും നമ്മൾ കാണുന്നുണ്ട്. ആരാധന സമയത്തും അച്ഛൻ പ്രാർത്ഥിച്ച് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ അച്ഛൻ പറഞ്ഞപ്പോഴും ഈ മകൾ അതുപോലെ ചെയ്തു. അതുകൊണ്ടാണ് ഈ മകൾക്ക് ടിക്കറ്റും എല്ലാം ആ സമയത്ത് തന്നെ പറഞ്ഞ സമയത്ത് തന്നെ അമ്മ മാതാവ് ഈശോയെ നേടിക്കൊടുത്തത്. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഓരോ കാര്യങ്ങളും നമ്മൾ വിശ്വസ്തയോടെ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന ശ്രദ്ധിക്കുന്ന ഈ അമ്മയും ഈശോയും നമ്മുടെ കാര്യങ്ങൾ നടത്തി തരുന്നത്. നമ്മുടെ യോഗ്യതയല്ല, ദൈവത്തിൻ്റെ കരുണയിലാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്. ഈശോയ്ക്കും അമ്മയും അവരുടെ ഇഷ്ടമനുസരിച്ച് അവരുടെ ഹിതമനുസരിച്ച് അവരുടെ സമയത്ത് അവർ നമുക്ക് രക്ഷ നൽകും, നമ്മളെ സഹായിക്കുമെന്ന് നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാം. എന്നെ സഹായിക്കണമേ എന്നുള്ള ആ വിളിയും പ്രാർത്ഥനയുമാണ് ദൈവം കേൾക്കുന്നത്. ആത്മവിശ്വാസത്തോടെ നമുക്ക് ഉടമ്പടി ജീവിതത്തിൽ നമ്മുടെ എല്ലാ നിയമങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരുണാമയനായ അങ്ങ് ഉചിതമെന്ന് തോന്നുമ്പോൾ ഞങ്ങളുടെയും പ്രാർത്ഥന കേൾക്കണമേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ഡെൽനയ്ക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.